ശ്രീ പി സി വിഷ്ണുനാഥ്. സാറ്, കുണ്ടറയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ചുമതലയുള്ള വകുപ്പിൽ ടെക്നോ പാർക്ക് ഉണ്ട്. അതുപോലെ TKM എഞ്ചിനീയറിംഗ് കോളേജ് വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ISRO ചെയർമാൻ C സോമനാഥ് അടക്കം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. സിറാമിക്സ്, അലിൻഡ് പോലെയുള്ള വ്യവസായ വകുപ്പിൻ്റെ സ്ഥാപനങ്ങളുടെ എക്സസ് ലാൻഡ് ഒരുപാട് അവിടെയുണ്ട്. അപ്പോൾ ഈ ടെക്നോ പാർക്ക്, TKM എഞ്ചിനീയറിംഗ് കോളേജ് പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ വകുപ്പിൻ്റെ സംരംഭങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്ത് ഇവിടെ നേരത്തെ മറുപടിയിൽ പറഞ്ഞതുപോലെ പ്രതിഭാശാലികളായ നൂതനമായ ആശയങ്ങളുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഈ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് കുണ്ടറയിൽ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കും. സാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉപയോഗം ഇല്ലാതെ കിടക്കുന്ന ഭൂമി വ്യവസായ ആവശ്യങ്ങളുടെ വിനിയോഗത്തിന് വേണ്ടി എടുക്കാനുള്ള കാഴ്ചപ്പാട് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അതിൽ ആദ്യം വന്നൊരു പ്രശ്നം, അതിന് വായ്പ കിഫ്ബിയിൽ നിന്ന് ലഭിക്കുമ്പോൾ 9% പലിശ അവർ ഈടാക്കേണ്ടി വരുമ്പോൾ നമുക്ക് അതുകൂടി വാങ്ങിയിട്ട് ഇത് വൈബിളായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അത് ബഹുമാന്യ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അത് ചർച്ച ചെയ്ത് എങ്ങനെയാണോ മറ്റു രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കേരളത്തിൽ ഭൂമി ലഭ്യതയാണ് വ്യവസായ വികസനത്തിനുള്ള പ്രധാനപ്പെട്ട തടസ്സമെന്നുള്ളത്. എന്നാൽ ലഭ്യമായ ഭൂമി ശാസ്ത്രീയമായി വിനിയോഗിക്കാൻ ഈ കാര്യങ്ങൾ തന്നെ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ IT വകുപ്പ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ടെക്നോ പാർക്ക് ടു കൊല്ലം, IT കോറിഡോർ, കൊച്ചി ടു കൊരട്ടി, കൊച്ചി ടു ചേർത്തല, കോഴിക്കോട് ടു കണ്ണൂർ IT കോറിഡോറുകൾ. നമുക്ക് ആ മേഖലയിൽ ആവശ്യത്തിന് സ്ഥലമില്ല, വലിയ ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വ്യവസായ വകുപ്പിൻ്റെ സ്ഥലവും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന കാര്യം പരിശോധിക്കുന്നത്.